ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ വിത്ത് യു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗർഭകാല സമയങ്ങളിൽ സ്ത്രീകളിൽ ഉണ്ടാവുന്ന വയറുവേദനയെ കുറിച്ചിട്ടാണ്. പലരും അതിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത്, പക്ഷെ അത് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും കൂടെയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതും ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഗർഭകാല സമയങ്ങളിൽ, അതായത് പ്രഗ്നൻസി പീരീഡില് പല സ്ത്രീകളിലും വയറുവേദന അനുഭവപ്പെടാറുണ്ട്. ഇത് ചിലപ്പോൾ ഗ്യാസ് മുതലായ കാരണങ്ങൾ കൊണ്ടാവാം. എന്നാൽ അതേസമയം ഇതിനെ അത്ര നിസാരമായിട്ടും കാണരുത്. ചില സമയങ്ങളിലെങ്കിലും പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന സ്റ്റൊമക് പെയിൻ പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന സ്റ്റൊമക് പെയിനിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് യൂട്രസിന്റെ വലിപ്പത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. നിങ്ങളുടെ പ്രഗ്നൻസി ടൈമില് യൂട്രസിനുണ്ടാകുന്ന വലിപ്പ വ്യത്യാസത്തില് നിങ്ങളുടെ കുടൽ പോലെയുള്ള അവയവങ്ങളുടെ സ്ഥാനം മാറുന്നത് വഴി നിങ്ങൾക്ക് വയറുവേദന അനുഭവപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്ത ഒന്നാണ് കോൺസ്റ്റിപ്പേഷൻ. ഇത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് എല്ലാവർക്കും ഈ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്താൽ ഇതിനൊരു പരിഹാരമാകും. ഗർഭകാല സമയങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധകളിൽ ഒന്നാണ് യൂറിനറി ഇൻഫെക്ഷൻസ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണ്ട സമയത്ത് തന്നെ ചികിത്സ തേടുകയും ചെയ്യണം. അടുത്ത ഒന്നാണ് ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നത് യൂട്രസിലെ മസിലുകൾക്കുണ്ടാവുന്ന കോൺട്രാക്ഷൻ കാരണമാണ് ഈ ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷൻ വരതുക്ക് മെയിൻ കാരണം എന്ന് പറയുന്നത്. എന്നാൽ ഇത് എല്ലാ ഗർഭിണിയായ സ്ത്രീകളിലും അനുഭവപ്പെടണമെന്നും ഇല്ല. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും അല്ലാതെ നിങ്ങളിൽ സ്റ്റൊമക് പെയിൻ അനുഭവപ്പെടുന്ന സമയത്ത് അതിന്റെ പെയിൻ ഇൻക്രീസ് ആവുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലീഡിംഗ് പോലെയുള്ള ലക്ഷണങ്ങൾ കാണുകയോ ചെയ്താൽ എത്രയും വേഗം നിങ്ങൾ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ഗർഭകാല സമയത്തുണ്ടാവുന്ന വയറുവേദനയുടെ കാരണങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക് ആയിട്ട് കാണാം. സീ യു, ബൈ.